വാഴ പൊതിഞ്ഞോണ്ടുണ്ടല്ലോ കൂമ്പുണ്ട്. അച്ഛനോട് ചോദിച്ചാ തരുമോമ്മപ്പ? അത് ചോദിക്കാം. അതാരാ വരുന്നീ? അച്ഛാ അവിടെ വാഴ പൊരിഞ്ഞോണ്ടുണ്ടല്ലോ, അതിന്റെ കൂമ്പ് ഞാൻ പൊട്ടിച്ചെടുക്കട്ടെ? അതിന് കായെല്ലാം പിരിഞ്ഞ് കഴിഞ്ഞാൽ കൂമ്പ് പൊട്ടിക്കാ. കായെല്ലാം പിരിഞ്ഞായിനച്ചാ, ഞാൻ എന്നാ കൂമ്പ് പൊട്ടിക്കേ. എന്നാ പൊട്ടിച്ച മോളെ. അമ്മ ചായ കുടിച്ചുവാ? നല്ല കൊലയന്നെ, ചള്ളായിപ്പോയല്ലപ്പ. അച്ഛൻ ഞാൻ കൂമ്പ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ ഒരു ചക്കപ്പൂതലും കൂടി പറിച്ചോട്ടാ? ഞാൻ വേണമെങ്കിൽ പറിച്ചു തരാം മോളെ. എന്നാ പിന്നെ അച്ഛൻ പറിച്ചെന്നേ. കറണ്ടില്ലല്ലേ? അമ്മ ഞാൻ എന്നാ പറിച്ചിട്ട് വരട്ടെ. വാ നടക്കച്ച, നടക്കുക വാ. ഏതാ പറിക്കണ്ട മോളെ? ചെറുത് മതി അച്ഛാ, ചെറുത് മതി. അതുകൊണ്ട് അത്ര വലുത് വേണ്ട, ചെറുത് മതി. അത് മതി, അത് മതി, ചെറുത്. അച്ഛ ഇത് പിടിക്കുന്നല്ലേ, ഞാൻ പറിക്കാറ്. മറ്റേന് കൊള്ളതാ പോയിപ്പോ. പിന്നല്ലേ ഇതിലും വലുതാവൂലേ? പിന്നെ എന്നാ അച്ഛനും മോളും കൂടിയിട്ട് ചക്ക പറിക്കാൻ. ചക്ക പറിച്ചാ കിട്ടുന്നില്ലേ? നാളേട്ട് നമ്മ രണ്ടാള് ഹൈറ്റ് കുറവായതുകൊണ്ട് ഇത് കിട്ടുന്നില്ല, ഒന്ന് പറിച്ചു തരുവാ? ഇങ്ങനെ ഹൈറ്റ് വെക്കണം എന്ന് പറയും. കത്തിയാ ഉണ്ടാ? കത്തിയെന്താ കത്തി? അച്ഛ ഏതാണ്? ഇതല്ലേ ഈ ചെറുതല്ലേ? കത്തിക്ക് മൂർച്ചയില്ല, പിന്നെ മൂർച്ചതാ. എന്നാ ഇതിനെ കൊണ്ടാക്കുന്നത് കൂമ്പുണ്ടല്ല, കൂമ്പും പിടിച്ചിനാ. കൂമ്പും ചക്കപ്പൂതലും കൊണ്ട് ഒരു വറവ. കൂമ്പും ചക്കപ്പൂതലും കൊണ്ട് ഒരു ഉപ്പേരിയാണ്. ഉപ്പേരി എന്നാ പിന്നെ വേഗം പരിപാടി നോക്കട്ടെ. അങ്ങനെ നമ്മുടെ കൂമ്പും അതുപോലെ തന്നെ നമ്മുടെ ചക്കപ്പൂതലും വറവാക്കാൻ വേണ്ടിയിട്ട് ലത പാങ്ങാക്കുന്നുണ്ട്. അപ്പൊ ഇതിലൊന്ന് കഷ്ണാക്കിട്ടെ. ചെറിയ കഷ്ണാക്കുന്ന പുഴുങ്ങിയെടുക്കണ്ടേ? ചക്കപ്പൂതി ചെറിയ കഷ്ണാക്കട്ടെ. നമ്മളിങ്ങോട്ട് ചക്കപ്പൂല എന്ന് പറയല്, ചിലക്ക് ഇടിച്ചക്ക പറയും അല്ലേ? ഇനി നമ്മുടെ കൂമ്പ്, കാട്ടുവാഴക്കൂമ്പ്, സോദരി വായര. എല്ലാം അടത്തിക്കളഞ്ഞേ. അത് നമ്മുടെ കൂമ്പും കൂടെ അരിഞ്ഞെടുത്തേ. നമ്മുടെ മഞ്ഞപ്പൊടി വെള്ളത്തിലാണ് കറവ് വേണ്ടിട്ട് അരിഞ്ഞെടുക്കുന്നത്. കൂമ്പും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മുടെ ചക്കപ്പുതിരി കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കല്ലുപ്പ്. ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ ആദ്യം. നമ്മളെ കൂമ്പ് വേവിച്ചെടുക്കേ. കറവെള്ളെല്ലാം ഒന്ന് കളഞ്ഞിട്ടുണ്ട്. ഇത് വേറെ ചട്ടിയിലിട്ട് വേവിക്കുന്നല്ലേ? ഉപ്പിടുന്നില്ലേ? അപ്പൊ നമ്മുടെ ചക്കപ്പൂല് അതൊന്ന് കുക്കറിൽ പോകുന്നുണ്ട്. ഇത് ഈ ചട്ടിയിൽ ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞപ്പൊടി ഇടുന്നുണ്ടോ? ഇല്ലല്ലോ. കുറച്ച് മഞ്ഞൾപ്പൊടിയേ. അപ്പൊ ഇതും കൂടെ ഒന്ന് വേഗം ഒന്ന് വേവിച്ചെടുക്കട്ടെ. ഓക്കെ. അങ്ങനെ നമ്മുടെ ചക്കപ്പൂരും അങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ തേങ്ങാമുറി വെച്ച് ചതച്ചെടുക്കുക. കറണ്ട് ഇല്ല, അല്ലെങ്കിൽ പിന്നെ അമ്മിമേൽ വെച്ചിട്ട് ചതച്ചെടുക്കണം. അതിനെക്കൊണ്ട് പെട്ടെന്നാവുന്നുണ്ട്.
അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉപ്പേരിക്ക് വേണ്ടുന്ന ചേരുവകളൊക്കെ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ തേങ്ങയും വെളുത്തുള്ളിയും കാന്താരി മുളകും ചതച്ചത്, കറിവേപ്പില, അതുപോലെ തന്നെ നമ്മുടെ ചക്കപ്പൂതിൽ വേവിച്ച ചക്കപ്പൂതിൽ ചതച്ചെടുത്തത്, നമ്മുടെ വാഴക്കൂമ്പ് അങ്ങനെ വേവിച്ചെടുത്തത്. എന്നാ പിന്നെ ഇനി നമുക്ക് നമ്മുടെ ഉപ്പേരി, നമ്മുടെ വറവ് തയ്യാറാക്കുക. ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിട്ട്, കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഉയ്ത് വെച്ചിട്ട് മുളക്, അടുത്ത് കറിവേപ്പില, നമ്മുടെ വാഴക്കൊമ്പ്, വേവിച്ച വാഴക്കൊമ്പ് ഇട്ട് കൊടുക്കുക. അടുത്ത് നമ്മുടെ വേവിച്ച ചക്കപ്പൂതലും ഇട്ട് കൊടുക്കുക. അങ്ങനെ ചക്കപ്പൂതലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഓക്കെ, ഇനി നമ്മുടെ തേങ്ങയും വെളുത്തുള്ളിയും കാന്താരി മുളകും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ഓക്കെ, ഒന്ന് അടച്ചു വെച്ച് പോയിക്കല്ലേ. ഓക്കെ, നമ്മുടെ തേങ്ങയിലൊന്ന് പോകട്ടെ. അങ്ങനെ നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട്. മിക്സഡ് വറവ് അല്ലേ, നമ്മുടെ ചക്കപ്പൂരും കൂമ്പും. പൊട്ടിക്ക് പൊട്ടിക്ക്. ഓക്കെ, ലേശം ചോറ് എടുത്തിട്ടുണ്ട്. ഇട സമയമില്ല, കുറച്ച് മതി. അച്ഛനമ്മക്കും കൊണ്ട് കൊടുക്കണം. മതി 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 മതി. നോക്കട്ടെ, ആദ്യം നമ്മുടെ വറവ് നോക്കട്ടെ. നമ്മൾ അടിപൊളി കേട്ടാ. ചോറിനൊപ്പം ഒന്ന് പെരക്കാം. അതൊക്കെ ഇന്നും ഇവനും ഡ്യൂട്ടിയാണ്, അതുകൊണ്ട് ആ തിരക്ക് കേട്ടാ. സാമ്പാറാണ്, സാമ്പാർ സൂപ്പർ കേട്ടാ. അപ്പം ഇത് ആസ്വദിച്ച് കഴിക്കട്ടെ. ഓക്കെ.